ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. Today the world is celebrating Christmas. നാം കേട്ട പല ചിന്തകളും അതിനോടനുബന്ധിച്ചുള്ളതായിരുന്നു. Many of the exhortations we heard today morning were connected to it. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എന്നോടിങ്ങനെ പലരും ചോദിച്ചു, ഡു യു സെലിബ്രേറ്റ് ക്രിസ്മസ്? Many people ask me in my workplace, do you celebrate Christmas? അപ്പോൾ അതിന് കാരണമുണ്ട്. അവിടെ ഒന്ന് രണ്ട് പേര് മുസ്ലിം ഡോക്ടേഴ്സാണ്. There is a reason, because in my workplace there are one or two Muslim doctors. അവരോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. And many people ask this question to them. അപ്പോൾ അതിലൊരു ഡോക്ടർ എന്നോട് ചോദിച്ചു, നീ ക്രിസ്മസ് ആചരിക്കാറുണ്ടോ എന്നുള്ള കാര്യം, ആഘോഷിക്കാറുണ്ടോ? One of those Muslim doctors asked me whether you celebrate Christmas. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു വിഷമം കൊണ്ടാണ് അദ്ദേഹം എന്നിൽ നിന്നെങ്കിലും ഒരു നല്ല മറുപടി കിട്ടുമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് പുള്ളി എന്നോട് ചോദിച്ചത്. He has difficulty in answering the question, so he asked me this so that he can get some helpful hints so that he can answer others. അപ്പോൾ നമ്മുടെ യഥാർത്ഥ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. If you tell the real reason, they will not understand. So ഞാൻ പറഞ്ഞു, I celebrate Christmas not in the commercial sense but in the true sense. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് കുറച്ച് ക്ലിക്ക് ചെയ്തു. എങ്കിലും പുള്ളി ദാറ്റ്സ് ട്രൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ ജനനത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും നമ്മൾ ആഘോഷിക്കുകയും ധ്യാനിക്കുകയും അത് ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. I replied to him and it seems that he understood, but I wanted to tell him that we truly observe Christmas not every year but daily. We remember the Lord in his birth, death, resurrection and ascension, and we do that. നമ്മൾ ആഘോഷിക്കുന്നത് എക്സ്മസ് അല്ല, ബട്ട് ക്രിസ്മസ് ആണ്. We don't celebrate Xmas but Christmas. ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് നമ്മൾ എന്നും ആഘോഷിക്കാറ്. We always celebrate the birth of Lord Jesus Christ. നമ്മൾ ബർത്ത്ഡേയ്സ് ഒക്കെ ചിലപ്പോൾ ആഘോഷിക്കാറുണ്ട്, നമ്മളോട് കേക്കൊക്കെ ചിലപ്പോൾ മുറിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. Sometimes we celebrate our birthdays, we cut cakes, and we know the reason behind it. എന്തുകൊണ്ടാണ്? And why do we do that? അല്ലെങ്കിൽ ആരുടെ ബർത്ത്ഡേയ്സ് ആണ് നമ്മൾ ആഘോഷിക്കാറ്? Or let me ask you in another way, whose birthdays do we commonly celebrate? കുട്ടികളുടെ ഉണ്ട്, ഇവിടെ 50-60 വയസ്സായവരുടെയൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. Children, and sometimes we also celebrate the birth of older people who are in 50s and 60s. ദാറ്റ്സ് ആൻസർ. അതായത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കാറ്. The answer is that we celebrate birthdays of those people whom we love. അല്ലാത്തവരുടെ നമ്മൾ ആഘോഷിക്കാറില്ല. And we don't celebrate other people's നമ്മൾ birthday. കുട്ടികളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവരെ നമ്മൾ അവർ ജനിച്ച ദിവസത്തെ നമ്മൾ ആഘോഷിക്കാറ് അല്ലെങ്കിൽ ഓർക്കാറ്. Because we love the children and the dear ones, so we remember and we celebrate the birthdays. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബർത്ത്ഡേ കേക്ക് മുറിക്കണം എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ കൽപ്പനകളെ ആചരിക്കണം. The Lord Jesus Christ said, if you love me, not that you will cut cake, but that you will keep my commandments. പക്ഷെ നമ്മൾ കേക്ക് മുറിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. But we are more interested in cutting of cake. കർത്താവിൻ്റെ കൽപ്പനകൾ ആചരിക്കാനല്ല. And not in the observance of the Lord's commands. പക്ഷേ കർത്താവ് പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ആചരിക്കണം. But what the Lord told us and he went was that when you love me, you will keep my commandments. സോ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വലിയൊരു കൽപ്പന അല്ലെങ്കിൽ കർത്താവ് സ്വർഗരാജ്യത്തിന്റെ വലിയൊരു പോളിസി ഏൽപ്പിച്ചിട്ടാണ് പോയത്. Here the Lord gave his disciples a great policy regarding the kingdom of heaven. അപ്പോൾ അത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം അത് ഉൾക്കൊള്ളണം, അത് ആചരിക്കണം. If we love the Lord, we should understand and we should obey it. ഇതിന്റെ പശ്ചാത്തലത്തിനായിട്ട് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 31 തൊട്ടുള്ള വാക്യങ്ങൾ. To understand the background of this, let's turn to the gospel according to Matthew chapter 9 verse 35 onwards. 33 തൊട്ട് വായിക്കാം. Verse 33 onwards. അവൻ കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. അവൻ ഇരുന്ന് 12 പേരെയും വിളിച്ച്
ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ കർത്താവ് കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. We see that when the Lord Jesus Christ came to the city of Capernaum and he was sitting in a home, this happened. അപ്പോൾ വഴിയിൽ വെച്ച് അവരുടെ ഇടയിൽ വലിയൊരു വാദപ്രതിവാദം നടന്നു. And while they were on the way to this place, there was a great argument between them. അവരുടെ ഇടയിൽ നടന്ന വാദം ഇതായിരുന്നു, അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ടിരുന്നു. And their argument was who was the greatest among them. വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുക. They are arguing on the way. ആരാണ് കർത്താവിൻ്റെ ഡിസൈപ്പിൾസ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ചെയ്യുന്നത്. And who was doing that? It is the disciples of the Lord Jesus Christ. ചെറിയ കാര്യമൊന്നുമല്ല വാദിച്ചു, സ്വർഗ്ഗരാജ്യത്തിൽ ആരായിരിക്കും വലിയവൻ. And it was not a small question. They were arguing who will be the greatest in the kingdom of heaven. ഈ 12 പേര് അവരെന്തൊക്കെ വാദിച്ചു എന്നുള്ളത് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. Let's imagine what were their arguments about. ഒന്നും എഴുതിയിട്ട് കാണത്തില്ല, എഴുതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. It's not written, so we can't read that. പത്രോസ് പറഞ്ഞു കാണും, നോക്ക സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോല് തന്നെ എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ. Peter would have said, look, I have the keys to the kingdom of heaven, so I am the greatest. സെബദി മക്കൾ പറഞ്ഞു കാണും, ഞങ്ങളെയാണ് കർത്താവ് ആദ്യം വിളിച്ചത്, അതുകൊണ്ട് തന്നെയല്ല ഞങ്ങളുടെ അമ്മ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. And sons of Zebedee would have said, the Lord called us first, and not only that, their mother had already recommended them to Lord Jesus Christ. നഥാനിയേൽ പറഞ്ഞു കാണും, കർത്താവ് തന്നെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നിഷ്കളങ്കൻ, അപ്പം ഞാൻ തന്നെ ആയിരിക്കും ഏറ്റവും വലിയവൻ. Nathanael said that the Lord said, behold an Israelite in whom there is no guile, so naturally I am the greatest. യാക്കോബ് യോഹന്നാനും പറഞ്ഞു കാണും, കർത്താവിൻ്റെ ഏറ്റവും ഇന്നർ കോറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗത്തുള്ളത് ഞങ്ങളാണ്, അപ്പം ഞങ്ങൾ തന്നെ ആയിരിക്കും വലത്തു കിടത്തും. And James and John would have told that we are in the inner circle where decisions are taken, so we will be on the left and right of the Lord. യൂദാസ് എന്ത് പറഞ്ഞു കാണും? What would Judas Iscariot told? കർത്താവ് എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ, അതുകൊണ്ട് ഞാനല്ല വേറെ ആരുമല്ല വലിയവൻ എന്ന് പറഞ്ഞു കാണും. The Lord has handed all the important financial matters to me, so none other than me is the greatest. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവർ പറഞ്ഞു കാണും. They would have said many things like this. അവരുടെ ഇടയിൽ അങ്ങനെ ഒരു വാദപ്രതിവാദം നടന്നിട്ടുണ്ട്. There is a great argument that happened between them. എന്നാൽ കർത്താവ് ഇവിടെ എല്ലാം സൈലന്റ് ആയിരുന്നു. The Lord was silent in the midst of all പക്ഷേ this. കർത്താവ് വീട്ടിൽ വന്നു. The Lord came to home. അവരെ വിളിച്ചു. And he called them. നമ്മുടെ കർത്താവിന്റെ മാനേഴ്സ് നിർദ്ദിച്ചുകൊണ്ട് വഴിയിൽ വെച്ച് അവരോടൊന്നും സംസാരിച്ചില്ല. Look at the manners of the Lord. He didn't talk to them while they were on the way. നമ്മളൊക്കെയാണെങ്കിൽ വഴിയിൽ വെച്ച് മറുപടി കൊടുത്ത് രണ്ടടിയും കൊടുത്തേനെ. We would have, it was us, we would have given the reply and we would have rebuked them on the way. കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം നടന്നു. And the Lord was observing and he walked slowly. പിന്നെ നമ്മളെ പോലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയും. And if it was a diplomatic person like us, we would ignore that കാരണം നീ conversation. ചെരുവനാണെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിട്ട് പോയെങ്കിലോ എന്ന് ഓർത്തോണ്ട്. And we would think that if I told you are lower, then you would leave and അല്ലെങ്കിൽ leave me. നീ വലിയവനാണ് ഇവൻ ചെറിയനാണെന്ന് പറഞ്ഞാൽ സഭയൊക്കെ വിട്ട് പോയെങ്കിലോ എന്ന് ഓർത്തോണ്ട് നമ്മൾ മിണ്ടാതിരിക്കും. അവരോട് മിണ്ടായിരുന്നു. If we say that this person is greater than the other, then they would leave the church, so we would be quiet so that we can maintain calm. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. കർത്താവ് തക്ക സമയത്ത് മറുപടി കൊടുത്തു. The Lord was not like that. He gave the reply at the right time. കർത്താവ് വീട്ടിൽ വന്നപ്പോൾ ശാന്തമായി 12 പേരെയും വിളിച്ചു. When he came to the home in calmness, he called the 12. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തായിരുന്നു വാദപ്രതിവാദം? He asked them, what was your argument about? അപ്പോൾ അവർ മിണ്ടാതിരുന്നു. അവർക്കറിയാം കർത്താവ് ഇതൊരു അറിയുന്നുണ്ടായിരുന്നു. They were silent because they knew what the Lord himself knew their discussion. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്നുള്ളതായിരുന്നു അവരുടെ മുമ്പിലുള്ള പ്രശ്നം, അവരുടെ വാദം. The problem was who was greatest in the kingdom of heaven. അപ്പോൾ കർത്താവിന് അവർക്ക് മറുപടി കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. The Lord had to give them a reply and he had to teach them. നമുക്ക് ഈ വേദഭാഗത്ത് 2 വലിയ ലെസൺസ് കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. In this passage we see the Lord is teaching us 2 great lessons. രണ്ടും ആക്ച്വലി കണക്റ്റഡ് ആണ്. Both are interconnected. അതുകൊണ്ടാണ് കർത്താവ് ഈ ഇത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് അടുത്ത കാര്യം പറയുന്നത്. That's why after the Lord said this, he comes to the next matter quickly. കർത്താവ് ഇവിടെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. എങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത്? ചുമ്മാതെ പറയുകയല്ല ചെയ്ത്, മറിച്ച് അവരുടെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് എടുത്ത് അത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവരോട് പറയുന്നത്. He did not just give a reply. He takes an object in front of them and keeps that, and then he gives the reply to them. അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് വിളിച്ചു. He called a little child to him. ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന അവനെ ചേർത്ത് അണച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. In the book of Luke it is written that he held him close. കർത്താവായ കുഞ്ഞിനെ എടുത്തു അല്ലെങ്കിൽ അണച്ചു, അവന്റെ അടുത്ത്
അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ പോലെ നിങ്ങളായി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. Now the Lord is taking the child in his arms. He said to them, unless you become like this child, you cannot enter into the kingdom of heaven. ഇവര് സ്വർഗരാജ്യത്തിൽ ചെന്നിട്ടുള്ള വലിയ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. They thought of the great things happening after they enter into the kingdom of heaven. വളരെ ഷുവറായിരുന്നു അവർ സ്വർഗത്തിൽ പോകുന്നു. They were very sure they would go into the kingdom of heaven. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത്, നീ സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നീ കുഞ്ഞിനെ പോലെ ആയി വരണം. And the Lord said, forget about entering the kingdom of heaven, being in the kingdom of heaven, but at least to enter you should become like this little children. പലപ്പോഴും നമ്മുടെ ചിന്തകളല്ല സ്വർഗരാജ്യത്തിന്റെ പോളിസികൾ. Many times our thoughts are not the policies of the kingdom നമ്മൾ of heaven. ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് The ചിന്തിക്കുന്നത്. Lord does not think like we do. നമ്മൾ കരുതുന്ന പോലെയല്ല സ്വർഗത്തിൽ സംഭവിക്കുന്നത്. What we think doesn't happen in heaven. ഈ ഒരു കുഞ്ഞിനെ, ഒരു ശിശുവിനെ എടുത്ത് കർത്താവ് ചേർത്തണയ്ക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ When the Lord is taking a little child and embracing, there is a matter behind that. അന്ന് ശിശുക്കൾക്ക് യാതൊരുവിധ വിലയുമില്ലായിരുന്നു. In those days, children did not have much value. ഐ മീൻ മറ്റുള്ളവരെ മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശിശുക്കൾക്കും സ്ത്രീകൾക്കും ആ സമൂഹത്തിൽ വലിയ വിലയില്ലായിരുന്ന കാലഘട്ടമായിരുന്നു. Compared to the male adults, the woman and children were not given much value. അതുകൊണ്ട് വാല്യൂ ഇല്ല, അവരുടെ മുമ്പിൽ കണ്ണിൽ വാല്യൂ ഇല്ലാത്ത ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇവനെ പോലെ ആയി വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൺവേർട്ട് ആയില്ലെങ്കിൽ. And the Lord is taking a person who does not have much value and telling them, unless you become like this little children. എന്ന് വെച്ചാൽ കർത്താവ് ആ ശിശുവിന് വലിയ വിലയാണ് കൊടുക്കുന്നത്. Now the Lord is giving great importance to the little child. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ആ ശിശുവിനെ പോലെ ചൈൽഡിഷ് ആകണമെന്ന് അല്ല. The Lord did not want them to become childish like a child. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു സംസാരിച്ചു, എന്നാൽ പുരുഷനായ ശേഷമോ പുരുഷനെ പോലെ ചിന്തിച്ചു സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. Apostle Paul ശിശുവിനുള്ള ത്യജിച്ചു കളഞ്ഞു. Apostle Paul said, when I was a child, I thought like a child, behaved like a child. When I became an adult, I rejected things of childish nature and started thinking like an adult. ഒരു ശിശുക്കളെ പോലെ പെരുമാറണമെന്നല്ല അതിന്റെ അർത്ഥം. It does not mean that we have to behave like this children. അങ്ങനെ പെരുമാറുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ കഴിയും. No, we see many people who behave like children. ശിശുക്കളെ പോലെ എങ്ങനെ പെരുമാറണമെന്ന് അറിയാമോ? Do you know how we behave like children? ശിശുക്കളെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. When you observe children, you know that. എങ്ങനെയാ ജസ്റ്റിൻ? ഒരു ഉദാഹരണം പറയാമോ? Can you give one example? എന്തിനു വേണ്ടി? ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റിന് വേണ്ടി അടിപിടി കൂടും. They'll fight for a chocolate. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ശാഠ്യം ഉണ്ടാവും അല്ലേ? For small matters they are stubborn. കൊതി കുത്തും. And they will have this friendly fight. ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില വ്യക്തികളൊക്കെ അങ്ങനെയാ. We see that when we look at people, we see that they are like that. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം അവർ വായിച്ചിട്ട് ശിശുക്കളെ പോലെ ആശ്രമിക്കുകയാണെന്ന് തോന്നുന്നത്. And when they read this passage and they enjoy their childhood, അങ്ങനെയാകാൻ ശ്രമിക്കുന്നു. they try to become like children. അപ്പോ കർത്താവ് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. The Lord said it in a different meaning. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൊതികുത്താനോ അല്ലെങ്കിൽ വഴക്ക് പിടിക്കാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ പോകാനല്ല കർത്താവ് പറഞ്ഞത്. The Lord did not ask them to quarrel and fight over small matters. ശിശുക്കളിൽ ഉള്ള വ്യത്യസ്തമായ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. There is some special things that we can observe in children. ഒന്ന്, അവർ നിഷ്കളങ്കരാണ്. First is they are innocent. രണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം. ബെനറ്റ് പലപ്പോഴും എന്നോട് പറയും, അല്ല വീട്ടിൽ പറയും, അവൻ്റെ ഉള്ളിൽ വേറെ കാര്യം കൊണ്ടാണ് പറയുന്നത്, ഐ ആം സോ പുവർ, ഹീ ഈസ് റിച്ച് ആൻഡ് യു ആർ റിച്ച്, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എന്നൊക്കെ പറയും. Children says it like this. Sometimes Bennett tells me that you are rich, the others are rich, but I am so poor, because he has something else in his mind. ഓക്കെ, അപ്പോൾ ശിശുക്കൾക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ഒന്നുമില്ല. Children do not possess much things. അവർക്കുള്ളതെല്ലാം അവരുടെ മാതാപിതാക്കൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. What they have is given to them by their parents. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കും. They trust others easily. നോക്കാം, ഇവിടെ ഇരിക്കുന്ന ലിയാനോടോ ലൂയിസിനോടോ ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. If I tell anything to Lian and Louis sitting here, they believe things quite easily. ലൂയിസിനെ എനിക്ക് പറഞ്ഞുകൂടാ, ലിയാൻ എന്തായാലും വിശ്വസിക്കുന്ന ഉറപ്പാണ്. Lian, I don't know, but Louis will definitely believe me. Lian will believe me. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ശിശുക്കളെ പോലെ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും വിശ്വസിക്കാനുള്ള ആ ഒരു കഴിവ്. Like little children means the ability to believe anything.
ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക, believing without questioning, കർത്താവിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാനുള്ള ആ ഒരു കഴിവ്. ability to believe on the Lord without questioning Him. പിന്നെ അവർക്കുള്ള കഴിവ് എന്താണ്? What is the other ability? അത് ഞാൻ പറഞ്ഞാണല്ലോ, അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ ആശ്രയിക്കുന്നവരാണ്. They are people who trust or depend on others. വേറൊരു കാര്യം പറയാമോ ആർക്കെങ്കിലും? Can you tell another thing about children? എല്ലാം മറന്നു മനസ്സിൽ സൂക്ഷിക്കാത്തവര്, അല്ലെങ്കിൽ പ്രതികാരം ഉള്ളിലില്ലാത്തവര് എന്നൊക്കെ പറയാം. They forget things easily. We can say they don't have a revenge mentality. ഓക്കെ. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. There is one thing that stands apart in them. സ്നേഹമുണ്ട്. ഓക്കെ, അത് ഡിപ്പെൻഡാണ്. അതൊക്കെ ഞാൻ സംഭവിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് കരയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിബിയുടെ കയ്യിൽ നിന്ന് മോളെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അവൾ കരയും. അവൾ എങ്ങോട്ട് നോക്കിയായിരിക്കും കരയണേ? അപ്പനെ നോക്കി, സിബിയെ നോക്കി അറിയാം, ആച്ചയെ നോക്കി കരയും. അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? പേരൻസിനോടാണ്. If you take a child from a mother or father, the child will start crying after we take the child away, because the children love their mother or father the most. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അവരങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കരച്ചിലെല്ലാം നിൽക്കുകയും ചെയ്യും. And when the child is returned back to the parents, their cry stops immediately. കാരണം അവർക്ക് അവരുടെ മാതാപിതാക്കളുമായിട്ട് ഒരു ബോണ്ട് ഉണ്ട്. Because there is a bond between the children and the parents. അത് ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ള ഒരു ബോണ്ടാണ്. It is a bond that started when they were born. ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ജനനത്തിൽ തന്നെ തുടങ്ങിയതാണ്. That relationship started at the time of their birth. ആ ശിശുവിനുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് നിനക്ക് കർത്താവിനോടുണ്ടോ? Do you have the relationship that child has with the parent? Do you have it with the Lord? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. That is the most important thing. നീ നിന്റെ മുഖത്തേക്ക് നിനക്ക് വിഷമം വരുമ്പോൾ നോക്കുന്നത് നിന്റെ പിതാവിന്റെ മുഖത്തേക്കാണോ? When you are sad, do you look at the face of your father? പിന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, ഈ ശിശുവിന് യാതൊരു ടെൻഷനും ഇല്ല. ഈ പിള്ളേർക്ക് ആർക്കും, and these children don't have much tension. ഇവിടെ ലോകം മുഴുവൻ കൊറോണയിലൂടെ കടന്നു പോവുകയാണ്. മാസ്കും N95 ഇട്ട് നമ്മൾ പോവുകയാണ്. ഈ പിള്ളേർക്ക് ആർക്കും എന്തെങ്കിലും അറിയോ? And the world is probably going through corona. We are all wearing masks. What do the children worry about? പലർക്കും ജോലി നഷ്ടപ്പെടുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഈ TV തുറന്നു കഴിഞ്ഞാൽ ഘോരം എല്ലാ പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും ആരോഗ്യമന്ത്രിയും പ്രീമിയേഴ്സും എല്ലാം ഇത് തന്നെ സംസാരിക്കും. ഇവരൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷനോ വിഷയമോ ഉണ്ടോ? Then when we look at the news, many people lose their jobs, many people go through the sickness. When we open the news, we hear all the heads of state talking about it. But do the children really worry about these matters? ഞാൻ ഇത്രയൊക്കെ സിവിയർ വേർഡ്സ് പറഞ്ഞിട്ട് പോലും ഇവിടെ ഇരിക്കുന്ന പിള്ളേരുടെ ചെവിയിലേക്ക് എത്തുന്ന പോലുമില്ല. And even though I'm using severe language, the children sitting here are not very mindful of that. അവർ ടെൻഷൻ ഫ്രീ ആണ്. They are tension free. നമ്മളോ എല്ലാം അറിഞ്ഞ് എല്ലാം പഠിച്ച് ബൈബിളിലെ സകല കാര്യങ്ങളും പഠിച്ച് ഇനി അടുത്ത ഒരു തിയോളജിയുടെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ 100 മേടിച്ച് ഇപ്പം സ്വർഗത്തിലേക്ക് പോകുമെന്നും പറഞ്ഞ് റെഡിയായിരിക്കുന്ന നമുക്ക് ടെൻഷൻ ഇല്ലാത്ത സമയമില്ല. We know the theology, and if an exam is conducted, we would even score 100%. After knowing all this, the problem is that we are always worrying. കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്കറിയാം. എപ്പോൾ വരുമെന്ന് കാലലക്ഷണങ്ങൾ അറിയാം. അതൊക്കെ നിർവചിച്ച് എല്ലാം കാൽക്കുലേഷൻ ചെയ്ത് കണക്ക് കൂട്ടിയിരിക്കുന്ന നമുക്ക് ടെൻഷനോട് ടെൻഷന്. We know when the Lord is coming based on the signs and events, but still we are having tension very much. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നുമേ ഇല്ല. Because the children are not affected by these matters. They are the peaceful people. അവര് സമാധാനം നിറഞ്ഞ എന്താ പറയുക, സമാധാനം നിറഞ്ഞവരാണ്. They are filled with peace. അപ്പോൾ കർത്താവ് പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയേ ഇല്ല എന്ന് പറഞ്ഞു. That's why the Lord is saying, unless you change and become like little children, you will never enter into the kingdom of heaven. എന്നിട്ട് നീ ചിന്തിച്ചാൽ മതി സ്വർഗരാജ്യത്തിൽ വലിയവനാണെന്നുള്ള കാര്യം. After that you start thinking who is the greatest. സോ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ചുഴിഞ്ഞ് ചിന്തിച്ച് നോക്കുക, നമുക്ക് കർത്താവിനോട് ഈ ശിശുവിനെ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? Now look into your hearts and think about it. Do we have a relationship to the Lord just like a child?
നാം എല്ലാത്തിനും ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ആശ്രയിക്കുന്ന പോലെ കർത്താവിനെ ആശ്രയിക്കാറുണ്ടോ? Like the children depend on their parents, do we depend on the Lord for our day-to-day things? നാം എപ്പോഴും അവന്റെ മാറോട് ചേർന്നിരിക്കാൻ ശ്രമിക്കാറുണ്ടോ? Do we want to lean on his bosom all the time? പിന്നെ മറ്റൊരു കാര്യം ബെനറ്റ് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, ഏറ്റവും താഴ്മയുള്ളവരാണ് അവർ. And like Bennett said, the little children are most humble. നമുക്ക് 10 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 100ന്റെ പവർ കാണിക്കുന്നവരാണ്. If we have 10, we show the power of as if we have 100. എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അവർ ഏറ്റവും താഴ്മ, അവരെന്തും എങ്ങനെ ഏറ്റവും താഴ്മയുള്ള അവരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. If you observe children, we can see that they are quite humble. അപ്പോൾ കർത്താവ് പറഞ്ഞു വന്നത്, ഇങ്ങനെ നിങ്ങൾ കൺവേർട്ട് ആയില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. Now the Lord is telling them, unless you change and be converted, you will not enter the kingdom of heaven. ഞാനിങ്ങനെ തമാശയായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നെങ്കിലും, Even though I'm saying these things in a jovial manner, അത് നിങ്ങളുടെ തലയിലേക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. I'm saying this so that it will enter into your mind and you will not get bored in this doctrine. പക്ഷേ കർത്താവ് വളരെ കർക്കശമായി കർത്താവ് പറഞ്ഞ സത്യമായിട്ടും ഞാൻ പറയുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. But the Lord is telling them quite severely by saying, truly I tell you. അത് കർത്താവ് പറഞ്ഞത് ആരോടാണ്? And to whom did the Lord say this? കർത്താവ് തെരഞ്ഞെടുത്ത് തന്റെ കൂട്ടച്ചേർത്ത 12 പേരോടാണ് പറഞ്ഞത്. He told this to 12 disciples whom he chose and made his own. അതുകൊണ്ട് അതിന്റെ കർത്താവ് പറഞ്ഞതിന്റെ ഗാംഭീര്യത നാം മനസ്സിലാക്കണം. So we have to understand the seriousness of what the Lord says here. 4-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. Therefore whoever takes the lowly position of this child is the greatest in the kingdom of heaven. Verse 4. ഏറ്റവും വലിയവനാകുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. It's our desire, all of our desire to become the greatest. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വതവേ ഉള്ള ഒരു ആഗ്രഹമാണ് വലിയവനാകുക. It is a natural tendency in a person's heart to become great. എവിടെയും ഞാൻ വലിയവനാണെന്ന് കാണിക്കണം. Show everywhere that I am great. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. Everybody should respect me. എല്ലാവരുടെ മുമ്പിൽ എനിക്ക് പൊസിഷൻ കിട്ടണം. I should get a good position among others. ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. And that tendency is in all of us. കർത്താവിനും അതറിയാമായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരിലും അത് ഉണ്ടായിരുന്നു. The Lord knew it and it was there in the heart of his disciples. കർത്താവ് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. The Lord is saying, whoever humbles himself is greatest in the kingdom of heaven. ഇവിടെ Where? Here. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Here we can see a relationship between 2 kingdoms. ഒന്ന് സ്വർഗ്ഗരാജ്യം, one is the kingdom of heaven, 2 ഈ ലോകം, second is this world. അപ്പോൾ ഈ ലോകത്തിൽ നിന്നെ തന്നെ താഴ്ത്തുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ. Whoever humbles himself in this world is greatest in the kingdom of heaven. അവിടെ കർത്താവ് പറഞ്ഞു തന്നെത്താൻ താഴ്ത്തണം. Here the Lord say they should humble themselves. പർപ്പസ്ലി നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കണം. Purposefully we should reject അതാണ് ourselves. കർത്താവ് പറഞ്ഞു, നീ നിന്നെ തന്നെ ത്യജിച്ച് നിന്റെ ക്രൂശും എടുത്ത് എന്നെ അനുഗമിച്ചില്ല എങ്കിൽ നിനക്ക് എന്നെ പിന്തുടരാൻ കഴിയില്ല. That's why the Lord said, unless you reject yourself and take up your cross and follow me, you cannot നമ്മുടെ follow ഉള്ളിലുള്ള me. അഹമാണ് നമ്മെ വലിയവനെന്ന് ആക്കാനുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്നത്. It is the ego inside us that inspires us to become great. എന്നാൽ കർത്താവ് പറയുകയാണ്, of course no problem, but നീ തന്നെത്താൻ താഴ്ത്തി ഇവിടെ ജീവിച്ചാൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകാം. The Lord is telling, if you humble yourself in this world and live, you can become great in the kingdom of heaven. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കർത്താവ് മറ്റൊരു കാര്യം പഠിപ്പിക്കുകയാണ് അവരെ. After telling this, the Lord is teaching them another thing. ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ, അപ്പോൾ ഒരു ശിശു അവിടെ നിൽപ്പുണ്ട്, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. And whoever welcomes one such child in my name welcomes me. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികൽ കെട്ടി അവനെ സമുദ്രത്തിൽ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. Verse 6, if anyone causes one of these little ones to stumble, it would be better for them to have a large millstone hung around their neck and to be drowned in the depths of the sea. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇങ്ങനെയുള്ള ശിശുവിനെ പോലെയുള്ളവരാണ് എന്നിൽ വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ. The Lord is telling, truly it's one of these little children who people like them who believe in me. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, നമ്മൾ ഒരു certain പീരിയഡിൽ നമ്മൾ ശിശുവിനെ പോലെ ആയതുകൊണ്ടാണ് കർത്താവിൽ വിശ്വസിച്ചത്. I can tell you certainly that in a particular time we had been like these little children, so we believed in the Lord. ചോദ്യം ചെയ്യുന്നവരും വളരെ ജ്ഞാനികളും അല്ലെങ്കിൽ ലോജിക് തെരഞ്ഞു പോകുന്നവർക്കൊന്നും കർത്താവിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. The wise people, the people who do logic, they cannot find it difficult to become children of God. ഏറ്റവും ശിശുക്കളെ പോലെ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നവരാണ് കർത്താവിലേക്ക് ഏറ്റവും അടുത്ത് വരുന്നത്. And the ones who are like little children and believe blindly, they are able to come very close to the Lord. അപ്പോൾ അങ്ങനെ ഈ ശിശുക്കളെ പോലെയുള്ള കർത്താവിൽ വിശ്വസിച്ച
ആർക്കെങ്കിലും ഒരാൾക്ക് ഇടർച്ച വരുത്തുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുകയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികൽ കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്ന അവന് നന്ന്. Therefore the Lord is telling them, if anyone causes one of these little ones who believes in me to stumble, it would be better for them to have a large millstone hung around his neck and to be drowned in the depths of the sea. ഇടർച്ച വരുത്തരുത്. Don't cause stumbling. കർത്താവ് പറയുകയാണ്, ഇടർച്ച വരാൻ തത്വം ഇടർച്ച ഏതുവായി ലോകത്തിന് അയ്യോ കഷ്ടം, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ. And the Lord is saying, woe to the world because of things that cause to stumble, such things must come. എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. But woe to the person through whom they come. അപ്പോൾ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് കർത്താവ് പറയുകയാണ്, ഒന്ന് നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരണം, എങ്കിലേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. And two things the Lord is connecting. First he says that you should become like little children, then only you can enter the kingdom of heaven. So എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ആരാണ് ആക്ച്വലി? So whoever believes in me, who are they? ആരാണ്? Who are they? ശിശുക്കൾ അല്ലേ? They are little children. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിന്റെ ചെറിയ ആട്ടിൻകൂട്ടമാണ്. And whoever, according to the Lord, whoever believes in him are a small flock of his. കർത്താവിന്റെ ശിശുക്കളാണ്. And they are his children. നമ്മളെല്ലാം കർത്താവിന്റെ ശിശുക്കളാണ്. And we are all children of the Lord. ഓക്കെ. അപ്പോൾ വിശ്വസിക്കുന്ന ഈ ചെറിയ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇടർച്ച വരുത്തിയാൽ അവനെ കുറിച്ച് പറയുന്നത് ഇടർച്ച വരുന്നത് അസാധ്യമാണ്. And it says that whoever causes one to stumble, it is possible that the stumbling may happen. നോക്കുക, കർത്താവ് പറഞ്ഞതിന് വളരെ അർത്ഥമുണ്ട്. There is a lot of meaning to what the Lord said. നമ്മൾ ആരെങ്കിലും ഒരു ശിശുവിന് ഹാനികരമായ എന്തെങ്കിലും പ്രവർത്തിക്കുമോ? Will we cause harm to a little child? നമ്മൾ ചിലപ്പോൾ മുതിർന്നവരെ ചിലപ്പോൾ പറ്റിക്കാനൊക്കെ എന്തെങ്കിലും പറയുക എന്നൊക്കെ ഇരിക്കും. It is true that we might try to annoy older people. എന്നാൽ ഒരു കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവന് ഹാനികരമായി. ഇപ്പം നമ്മളൊരു പണ്ട് ഞങ്ങളെ ചെറുപ്പത്തിലാട്ടോ, ഇപ്പോഴല്ല, പണ്ട് ചെറുപ്പത്തിൽ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒത്തിരി റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. In my childhood days, when I was very small, there used to be rubber plantation in my native place. വേനൽക്കാലം ആകുമ്പോൾ റബ്ബറിന്റെ ഈ ഇലയെല്ലാം വീണ് നിലം കാണാൻ പറ്റത്തില്ല. And in the summer, the leaves will fall and we cannot see the ground very clearly because of the leaves. ഞങ്ങൾ കളിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇല മാറ്റിയിട്ട് അവിടെ ഒരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കമ്പൊക്കെ ഇട്ടിട്ട് വിലയിട്ട് മൂടും. And when we are playing, we will, in one particular place, we'll remove the leaves, we'll make a small hole and then we will hide it again. മറ്റുള്ളവർ നടന്നു കഴിയുമ്പോൾ നേരെ കുഴി വീഴും. And when the others are walking by, they may stumble and fall into this pit. അത് ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യം. Those are things we do when we are little. പക്ഷെ നമ്മൾ മുതിർന്ന ശേഷം ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അങ്ങനെ വീഴിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ പോലും തോന്നത്തില്ല. But when we are old, we will not even try to cause this fall to a little child. ശിശുക്കൾക്ക് ഹാനികരമായ ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. We will not do anything that causes harm to a child. അവൻ ഇടർച്ച വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. We will not do something that causes the young ones to stumble. ഓക്കെ. പക്ഷെ ഇപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ കോണ്ടസ്റ്റ് നോക്കും. കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു ഇടർച്ച വരുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനുള്ള അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ മാറ്റിക്കളയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികിൽ കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിഞ്ഞു കളയുന്നതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. And the Lord says, if you cause something to the little one, is people who believe in the Lord Jesus Christ, which will cause them to go away from their faith, then it is better for them to be drowned in the depths of the sea. ഞാൻ കുറച്ചും കൂടെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ, if I extend myself, അതായത് ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ ശിശുക്കളെല്ലാം ആരാണ് ആക്ച്വലി? who are these little ones? Who are the people who believe? കർത്താവ് താൻ വിശ്വസിക്കുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. And those who believed in the Lord, they were added into the church. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ ഏതെങ്കിലും ഒരു ശിശുവിന് അല്ലെങ്കിൽ ഏതെങ്കിലും കർത്താവിൻ്റെ ഒരു കുഞ്ഞിന് ഇടർച്ച വരുത്തുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണ് കർത്താവ് ഇവിടെ. And the Lord is talking about people who cause the ones inside the church to stumble. അതിന് സാധ്യതയുണ്ട്. There is a possibility. കർത്താവ് അത് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവരെ ശാസിച്ചതോ അവരെ ശപിച്ചതോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല. It's not something the Lord told to curse them or to rebuke them or to make them grieve. അത് കരുതി അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്പോഴും ജാഗ്രതയായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത്. It means that you should be aware of this and you should be careful in this matter. കർത്താവ് പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായി. They understood what the Lord was telling them.
നോക്കുക, ഈ 4 സുവിശേഷങ്ങളും എഴുതിയ വ്യക്തികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. Think about the people who wrote the 4 Gospels. മത്തായി ഒരിക്കലും മത്തായിയെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. Matthew never wrote about himself in his Gospel. ഞാനോ നിങ്ങളോ ഈ സുവിശേഷം എഴുതിയിരുന്നെങ്കിൽ, If it was you and me who wrote this Gospel, നമ്മുടെ എന്തെങ്കിലും കയ്യൊപ്പുകൾ അവിടെ കണ്ടേനെ. we would leave some of our signature or footprints there. പറഞ്ഞേനെ, ഓ മത്തായി എന്ന ഞാൻ കർത്താവിനോട് കൂടെ ആയിരുന്നു, കർത്താവിന്റെ കൈകളിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ചും പരാമർശിക്കാതിരിക്കുകയില്ല. We would have just referred ourselves saying that I was with that Matthew, I was with the Lord, I ate from the Lord's hands and similar things. യോഹന്നാൻ എഴുതി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറഞ്ഞില്ല, പക്ഷേ കർത്താവ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. When John was writing, he did not say I John, but he said the disciple whom Jesus loved. അപ്പോൾ ഈ എഴുതിയവരൊക്കും എഴുതിയ സുവിശേഷങ്ങളിൽ ലേഖനങ്ങളിലൊക്കെ അവരെ തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു. And the gospel writers tried to hide themselves in the gospels. അവർ തന്നെത്താൻ താഴ്ത്തുവാൻ ശ്രമിച്ചു. They tried to humble themselves. അവരുടെ പേരെ എങ്ങും പരാമർശിക്കാൻ ആഗ്രഹിച്ചില്ല. They did not even want to refer their names in the gospel. അവർ കർത്താവ് പറഞ്ഞ അവർക്ക് മനസ്സിലായി. Because they understood what the Lord was telling them. അവർക്ക് മനസ്സിലായി ഇവിടെ വലിയവനാകുന്നതല്ല കാര്യം. They understood it's not important to become great in this world. ഇവിടെ കർത്താവിന്റെ മറവിൽ, ക്രൂശിന്റെ മറവിൽ നിൽക്കുന്നതാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നത്. And they understood that those who are hiding behind the cross, they'll be great in the kingdom of heaven. ഇടർച്ച വരുന്നത് വരാതിരിക്കുന്ന അസാധ്യമാണ്. It's impossible that stumbling may come. നമുക്ക് അപ്പോസ്തലരുടെ പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. Acts 20, apostle is telling about this. അപ്പോസ്തലരുടെ പ്രവൃത്തി 20-ാം അധ്യായം 28 തൊട്ട് 31 വരെ വാക്യങ്ങൾ. Acts chapter 20 verse 28 to 31. അവിടെ അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസസിലല്ലേ, മിലോത്തോസിൽ നിന്ന് അവൻ എഫേസസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് പറയുന്ന കാര്യമാണിത്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്തിൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം, അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയവനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. Here Apostle Paul from Miletus, Paul sent to Ephesus for the elders of the church and is telling them, after I leave from you, there will be people who come and try to distort the truth and take you away from the faith. എവിടെ കൊണ്ടാവുന്ന പറയുന്നത് ഈ കൊടിയ നായ്ക്കൾ? And this savage, the wolves, where will they take them? നിങ്ങളുടെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാ വിളിച്ചു വരുത്തിയത്? ആരെയാ? ഞാൻ വായിച്ചതായിരുന്നു ആദ്യം. I told whom did Paul call? എഫേസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം ഞാൻ പോയ ശേഷം ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കിടക്കും. And he tells the elders of the church in Ephesus that you have been appointed as the elders of the church by the Holy Spirit, and after I go away, there will be savage wolves who will come among you. അവർ എങ്ങനെ വരും? അപ്പോൾ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലാണെങ്കിൽ ആട്ടിൻകൂട്ടത്തിന്റെ വേഷത്തിലായിരിക്കും വരുന്നത്. If they have to come in among the sheep, they have to come in the form of a sheep. ഈ ആട്ടിൻകൂട്ടത്തെ തെറ്റിച്ചു കളയാനായി, അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുവാനായി അവർ വിപരീത ഉപദേശം പ്രവാസിക്കുകയും അവർ ഇടർച്ച വരുത്തുകയും ചെയ്യും. And they will cause stumbling and they will take these little ones away from the flock. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? What will happen as a result? ഞാൻ ഒരു ഇടർച്ച ഇവിടെ വരുത്തിയാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആക്ച്വലി, so if I cause stumbling, what is going to happen here? എനിക്ക് വേണമെങ്കിൽ വേറെ പല ചിന്തകൾ കാണും. I may have other thoughts in me. എനിക്ക് വലിയവനാകാൻ വേണ്ടി ഞാൻ ഇടർച്ച വരുത്താം. I can cause stumbling so that I can become great. എനിക്ക് കുറെ പേരെ വലിച്ചുകൊണ്ട് പോകാൻ, എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയവനാകുവാൻ എനിക്ക് ഇടർച്ച വരുത്താം. To take away some people from this assembly, I can cause stumbling and become great. കാരണം എന്താണ്? അത് ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം ആരാണ്? So it is easy, and because all of us are like what? നമ്മളെല്ലാം ശിശുക്കളാണ്. We are little children. ശിശുക്കളെ പറ്റിക്കാൻ എന്താണ്?
how easy it is to cheat. ശിശുക്കളെ പറ്റിക്കാൻ എളുപ്പമാണ്. It's easy to cheat So, little ones. ശിശുക്കളുടെ ഇടയിൽ ഇടർച്ച വരുത്താൻ വളരെ എളുപ്പമാണ്. So it's easy to cause stumbling among the little അപ്പോൾ ones. ഈ ആട്ടിൻകൂട്ടത്തെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പറ്റി പോകും. And when they try to distort the truth, they will fall away from faith. അവർ ഉപദേശത്തിലേക്ക് നയിക്കപ്പെടും. They will be led to false doctrines. ആട്ടിൻകൂട്ടത്തിലെ ഇടർച്ച വരുത്തി കഴിഞ്ഞാൽ അവർ തെറ്റായ സ്ഥലങ്ങളിലേക്ക് പോകും. And if we cause stumbling among the flock, they will go to the wrong places. അവർ ഇടയനിൽ നിന്ന് മാറിപ്പോകും. And they will depart from the shepherd. അവർ ഇടയനിൽ നിന്ന് മാറിപ്പോയാൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്? If they leave the shepherd, where will they go to? They are going with അവർ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലാണ് പോകുന്നത്. They are going with savage wolves. പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും? What will happen after that? ചെന്നായുടെ കൂട്ടത്തിൽ ഒരു ആട്ടിൻകൂട്ടം ചെന്നുവിട്ടാൽ എന്തായിരിക്കും? What will happen to a sheep which falls into the hand of savage wolves? Will they take good care of the sheep? ചെന്നായ നന്നായിട്ട് കെയർ ചെയ്യും. Do you think savage wolves will take good care of the പിന്നെ sheep? തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് എല്ലും കഷ്ണമൊക്കെ ആയിരിക്കും. If you look back, you may get some bones after it is finished. ഇതാണ് പല സഭകളിലും സംഭവിക്കുന്നത്. This is what is happening in many churches. കേരളത്തിൽ പല സഭകളിലും സംഭവിച്ചിട്ടുണ്ട്. In Kerala, it has happened in many churches. All over world എല്ലായിടത്തും സംഭവിക്കുന്ന ഇതാണ്. Not only in Kerala, all over the world this happens. ചെന്നായ്ക്കൾ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. Don't forget there are wolves. ഇടർച്ച വരുത്തുന്നവർക്ക് കർത്താവ് പറഞ്ഞു അയ്യോ കഷ്ടം. And the Lord said, woe unto them who causes one to stumble. ഈ ചെന്നായ്ക്കൾക്ക് അയ്യോ കഷ്ടമാണ്. And woe to these wolves. അപ്പോൾ ഇടർച്ച വരുന്നത് അസാധ്യമാണ് കർത്താവ് പറഞ്ഞു. The Lord said it's impossible to stumble. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞു കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു ഇടർച്ച വരുന്നത് കൊണ്ട് കൊള്ളാകുന്നവരെ എന്ത് ചെയ്യും? തിരിച്ചറിയാൻ പറ്റും. And the Apostle Paul says that because stumbling happens, we will know who are the just ones. വരുത്തുന്നവർ കർത്താവ് പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ ഒന്ന് പറഞ്ഞു ചിന്തിച്ചു നോക്കുക. കർത്താവിന്റെ വാക്കുകളിലെ കാഠിന്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പറയുന്നതല്ല, കർത്താവ് പറഞ്ഞാണ് അവന്റെ കഴുത്തിൽ ഒരു തിരികൽ കെട്ടിയിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ മതി. The Lord is saying very severely that He is saying that it's better that you will put a large millstone around their neck and drown them in the sea. എന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞത് അവൻ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഒരിക്കലും പൊങ്ങി വരരുത്. The Lord says that he should not return from the depths of the sea. കർത്താവ് പറഞ്ഞത് അവൻ മരിക്കുന്നതാണ് അതിലും ഭേദം. Or in other words, the Lord says it's better for him to die. കർത്താവ് തന്റെ ശിശുക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. The Lord loves his little ones most. കർത്താവിന്റെ ശിശുക്കൾക്ക് ഒരു വ്യക്തിക്ക് പോലും ഇടർച്ച വരുത്തിയാൽ കർത്താവ് ആ വ്യക്തികളെ വെറുതെ വിടത്തില്ല. If you cause stumbling to even little one, the Lord will not leave you alone. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ what I'm trying to say is ഈ രണ്ട് കാര്യങ്ങളും കർത്താവ് കണക്ട് ചെയ്ത് വളരെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. These are two things the Lord has interlinked. സോ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയിൽ നമ്മളെത്തി. And we have come to the last Sunday of this year. നമ്മൾ ഈ വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ വിചാരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ക്രമപ്പെടുത്തുക. And when we look back into the last 1 year and we have some thoughts, then we have to discipline ourselves. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കോളാം. ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. And one more thing I would like to say is that we should be careful not to cause stumbling. അതിന് കർത്താവിന്റെ മുൻകൂട്ടിയുള്ള വാണിംഗ് നമ്മൾ ഓർക്കണം. We have to think about the warning the Lord gave us. കർത്താവ് പറഞ്ഞിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. We should remember the punishment the Lord is mentioning here. സഭയിലെ മൂപ്പന്മാർ അല്ലെങ്കിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എൽഡേഴ്സ് ഓഫ് ദി എഫെസോസ് എന്നാണ്. അവരെ എഫെസോസിലുള്ള എൽഡേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടാണ് പറഞ്ഞത് സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മാവാണ് അധ്യക്ഷരാക്കി വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിച്ചു കൊള്ളണം. അതായത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എൽഡേഴ്സ്. In Acts 20, Apostle Paul calls the elders of Ephesus and he says that the Lord has appointed you as elders by the hand of the Holy Spirit. It's your responsibility to take care of the sheep. പരിശുദ്ധാത്മാവ് ഒരു ആട്ടിൻകൂട്ടത്തെ എൽഡേഴ്സിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് എൽഡേഴ്സിനെ ആക്കി വെച്ചിരിക്കുന്നത്. Holy Spirit has handed the flock to the elders and it is the Holy Spirit who appoints the elders. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് അറിയാം ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന്. ഈ ആട്ടിൻകൂട്ടത്തെ ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ഓരോരുത്തരെയും ഈ മൂപ്പന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. The Lord knows and the Lord's Spirit knows into whose hands the sheep should be given, and it is the Lord himself who gives the sheep into the hands of the elders. ഇവിടെയുള്ള മൂപ്പന്മാരാണ് ഏറ്റവും അധികം കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത്. And the elders sitting here have to give the greatest account to the Lord. അവരെ ആണ് കർത്താവ് അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നത്. Because the Lord has appointed them as elders. അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ ചെറിയവരെ പരിപാലിക്കേണ്ടത് മൂപ്പന്മാരുടെ കടമയാണ്. So it is responsible
responsibility of the elders to take care of the little ones or the sheep of the church. ഇടർച്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇടർച്ച ഉണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തിരുത്തേണ്ടത് എൽഡേഴ്സിന്റെ കടമയാണ്. When there is stumbling, it is the responsibility of elders to question and correct it. അത് ഒരു ചെറിയവനാണല്ലോ പോട്ടെ, അല്ലെങ്കിൽ ഒരു ശിശുവാണല്ലോ, അങ്ങനെ നമ്മൾ കർത്താവ് പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവനെ പോലും തുച്ഛീകരിക്കരുത് എന്നാണ് 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. In 18:10, the Lord said, "You should not ignore even the smallest and despise even the smallest of the ഈ little ones. ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ." See that you do not despise one of these little ones. Verse 10. സൂക്ഷിച്ചുകൊള്ളുവിൻ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. The Lord is said, "Be careful." അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. What I'm trying to say is we saw two things. മനുഷ്യ സഹജമാണ് വലിയവനാകുക എന്നുള്ള ചിന്ത. It's natural for a man to have a thought to become the great. വലിയവനാകാനുള്ള ചിന്തയിൽ നാം സഭയിൽ ഇടർച്ച വരുത്താൻ പാടില്ല. In our effort to become great, we should not cause stumbling in the church. കർത്താവിന്റെ ഒരു ശിശുവിനെ പോലും കർത്താവിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചുകൂടാ. And even one little child we should not cause to depart from the Lord. ഇടർച്ച വരുത്തുന്നയാൽ ആ വ്യക്തിയെ കർത്താവ് ആ വ്യക്തിയുമായിട്ട് ഇടപെടും. And the one who causes stumbling, the Lord will deal with that person. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് ഈ വ്യക്തിയോട് പറയുകയാണ് അവന്റെ കഴുത്തിൽ തിരികൽ കെട്ടി അവനെ സമുദ്രത്തിൽ ആഴ്ത്തുന്നതാണ് നല്ലത്. The Lord said you should forgive 70 times 7, but in this instance the Lord is saying you put a millstone around his neck and drown him in the sea. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പ്രവാസകാലം കഴിക്കാം. So our life we should be careful and live this wilderness journey. നമുക്ക് നമ്മളുടെ ചെറിയവരായിരിക്കുന്ന ഓരോരുത്തരെയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യാം. And even the little ones, let's take care, let's honor and take care of them. ആർക്കെങ്കിലും വിശ്വാസത്തിൽ അല്പം കുറവുണ്ടെങ്കിൽ അവനെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കാം. If anyone is lacking in faith, let's help him to grow in the faith. നമ്മുടെ ഓരോ ചിന്തകളോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കും ഇടർച്ച ഉണ്ടാക്കാതിരിക്കുക. Let with our deeds or thoughts, let's not cause stumbling to people in our church. ഈ ന്യൂ ഇയറിലേക്ക് നമ്മൾ കടക്കുന്ന അവസ്ഥയിൽ when we are entering into this new year, നമ്മൾക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് ഒരു പുതിയ ചിന്തകളോടുകൂടി പുതിയ തീരുമാനങ്ങളോടുകൂടി ന്യൂ ഇയറിലേക്ക് കടക്കാം. Let's examine our hearts and enter into the new year with new thoughts and new assurances. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. Like I said in the beginning, if we love the Lord, we will keep his commandments. നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കർത്താവ് പറഞ്ഞ പോലെ ഈ ശിശുവിനെ പോലെ ആയി തിരിഞ്ഞില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള വാക്യം നമുക്ക് ഈ ആഴ്ചയിൽ മുഴുവൻ ധ്യാനിക്കാം. In this 1 week, let's meditate on this verse saying that truly I tell you, unless you change and become like little children, you will never enter into the kingdom of heaven. അങ്ങനെ നമ്മുടെ ജീവിതം ജാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം കഴിക്കാം. So let's live our Christian life in a very careful manner. ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്തുവാനും സഹായിക്കുമാറാട്ടെ. May God bless us with the hearing of these words and help us to grow in our spiritual life. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. May his name be നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നു